ഹായ്, എല്ലാവർക്കും ആമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മൈ നെയിം ഈസ് ക്രിസ്ത്യാനോ റജി ഫ്രം ഇസ്രായേൽ. ആമി യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണിച്ചത് അബ്രഹാമിന്റെ കിണർ. ആ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് യേശുവിനെ കരയിപ്പിച്ചൊരു വ്യക്തി, ലാസർ താമസിച്ച വീടും കല്ലറയും തോട്ടവും ഒക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് അബ്രഹാമിന്റെ കിണർ ഷൂട്ട് ചെയ്തപ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, ദൈവം അനുഗ്രഹിച്ച വ്യക്തികളുടെ കാര്യങ്ങൾ പറയാൻ പോകുന്നതിന് മുൻപായിട്ട് മനസ്സുകൊണ്ട് ഒരുങ്ങുക. വചനങ്ങൾ പറയാൻ പോകുന്നതിന് മുൻപ് മനസ്സുകൊണ്ട് ഒരുങ്ങുക. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 44 വരെയുള്ള ബൈബിളിലെ തിരുവചനങ്ങൾ വായിച്ചാൽ യേശുവും ലാസറും തമ്മിലുള്ള സ്നേഹബന്ധം നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ പോകുന്നത് ലാസറിൻ്റെ കല്ലറയുടെ അടുത്തോട്ടാണ്. ഇതൊരു തോട്ടമാണ്, ഇതിലേക്കൂടെയാണ് ആ വഴി കാണിക്കുന്നത്. അപ്പോൾ ഈ വഴിയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ആദ്യം നമ്മൾ ചെല്ലുന്നത് ലാസറും മാർത്തയും മറിയവും താമസിച്ച വീട്ടിലോട്ടാണ്. വീട് കണ്ടതിന് ശേഷമാണ് നമ്മൾ കല്ലറയിലോട്ട് പോകുന്നത്. അപ്പം നമുക്ക് വീട് കയറി കാണാം. ഇന്ന് ആ വീട് നിൽക്കുന്നത് ഒരു പള്ളിയായിട്ടാണ്. അപ്പോൾ ഈ പള്ളിക്കകത്തൊക്കെ നമുക്കൊന്ന് കയറി കാണാം. ഓക്കെ, അപ്പം വളരെ നല്ല ഭംഗിയായിട്ടാണ് അവരിവിടെ ഒരു പൂന്തോട്ടം പോലെയാണ്. ഇവിടെയൊക്കെ വളരെ ഭംഗിയായിട്ടാണ് കൊത്തുപണികളും ഒക്കെ വെച്ചിരിക്കുന്നത്. ലാസറിൻ്റെ കല്ലറയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ലാസറിനെ ദൈവം വന്ന് ലാസറിനെ യേശു വന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി വരാനായിട്ട് പറയുമ്പോൾ ഉള്ളൊരു പിക്ചറാണ് കാണിക്കുന്നത്. മരിച്ചിട്ട് അടക്കിയ കല്ലറ തുറക്കാൻ പറഞ്ഞ് തുറക്കുന്ന സമയത്തുള്ളൊരു ഫോട്ടോയാണ് ഇത്. ലാസറിൻ്റെയും മാർത്തയുടെയും മറിയവും താമസിച്ച വീടാണിത്. എന്നൊരു ദേവാലയം പോലെ, ഒരു പള്ളി പോലെ പണിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ലാസറും മാർത്തയും മറിയവും താമസിച്ച വീട് ഇന്നതൊരു പള്ളിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനകത്താണ് ലാസറിൻ്റെ കല്ലറ. ഇതാണ് വാതിക്കൽ നമ്മൾ നിൽക്കുകയാണ്. വരിവരിയായിട്ടാണ് ആൾക്കാരെ കയറുന്നത്. ഈ പാറ പോലത്തെ ഒരു കൂടാരമാണ്. ഇതിനകത്താണ് ഓരോ വ്യക്തികൾ കടന്നു കയറി പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലാസറിന്റെ കല്ലറയ്ക്ക് അകത്തോട്ട് കയറി പോകുന്ന വഴിയാണ്. ഈ കല്ലറയ്ക്കകത്ത് ലാസർ കിടക്കുമ്പോഴാണ് യേശു വിളിച്ചത്, ലാസറെ നീ പുറത്തോട്ട് ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിന്നാണ് ലാസർ ഉയർത്തെഴുന്നേറ്റ് പുറത്തോട്ട് വന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ഓരോ വ്യക്തികളും ആകാംക്ഷയോടുകൂടി അതിനകത്തോട്ട് കയറി പോകുന്ന രംഗങ്ങളാണ് ആമി യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. വളരെ ഭക്തിയോടുകൂടിയാണ് ഓരോ വ്യക്തികൾ അതിനകത്ത് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. 10 പേര് ശ്വാസം വിട്ട്
ലാസറിന്റെ കല്ലറയിലോട്ടാണ്. ഓരോ സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം പോകാൻ. ലാസർ മരിച്ച് അടക്കിയ കല്ലറയാണിത്. ആ കല്ലറയിലോട്ട് ഇപ്പൊ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ്. ഇതിനകത്തോട് ഇവിടെയാണ് ലാസർ മരിച്ച് അടക്കിയിരുന്ന സ്ഥലം. ഇതിനകത്താണ് ലാസറിന് അടക്കിയിരുന്ന സ്ഥലമാണിത്. എല്ലാവരും ഇതിനകത്തോട് ഓടിനിറങ്ങിയാണ് വരുന്നത്. ഇതാണ് ലാസറിന്റെ കല്ലറ. ഇതിനകത്താണ് ലാസർ മരിച്ച് അടക്കിയിരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലാസറിന്റെ കല്ലറയ്ക്കകത്താണ്. ഒരുപാട് പേര് വളരെ ഭക്തിയോടുകൂടി ഈ ശവകുടീരം കാണാൻ വേണ്ടി വന്നു നിൽക്കുകയാണ്. ഓരോ മലയാളി ചേച്ചിമാർക്കും വളരെ അതീവ ഭയത്തോടു കൂടിയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ലാസറിന്റെ കല്ലറയാണ്. കുനിഞ്ഞു വേണം ഇറങ്ങി പോകാനായിട്ട്. എല്ലാവരും വളരെ അമ്പരന്നാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നുണ്ട്. അതിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 4 ദിവസം ലാസർ കിടന്നത് ഇവിടെയാണ്. അതിനകമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. യേശുവും ലാസറുമായിട്ടുള്ള സ്നേഹബന്ധം. യേശുവിനെ കരയിപ്പിച്ചൊരു വ്യക്തിയും കൂടിയാണ് ലാസർ. ആ ലാസർ കിടന്ന ശവക്കല്ലറയാണ് ആമി യൂട്യൂബ് ചാനൽ നിങ്ങളെ കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് ആമി യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുവരെ നിങ്ങളിൽ നിന്നും വിട പറയുന്നത് നിങ്ങളുടെ സ്വന്തം ക്രിസ്ത്യാനോ റജി.